ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം അഞ്ചാം ദിവസവും വിജയം കണ്ടില്ല. ഇന്ന് വൈകിട്ടോടെയാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച ദൗത്യസംഘം ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ദൗത്യസംഘം ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളുമായി കാട്ടിൽ കയറിയിരുന്നു. ഇന്നലെ രാത്രി ഈ ആന നാഗർഹോളെ അതിർത്തിയിലേക്ക് മാറിയിരുന്നു. പക്ഷേ രാവിലെ വീണ്ടും വയനാട് കാടുകളിലെ വനമേഖലയിൽ നിന്നാണ് സിഗ്നലുകൾ ലഭിച്ചത്. അതനുസരിച്ചാണ് സംഘം ഇന്നും കാട്ടിൽ കയറിയത്. എന്താണെങ്കിലും 2 തവണ ആനയെ നേരിൽ കണ്ടു എന്ന വിശദീകരണമാണ് ദൗത്യസംഘം നൽകിയത്. ആദ്യ തവണ ആന പെട്ടെന്ന് ഈ കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞതുകൊണ്ട് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. 2ാം തവണയാണ് ഈ സംഘത്തിന് നേരെ ഒപ്പമുള്ള മോഴയാന സംഘത്തിന് നേരെ ഓടി വരുന്ന സാഹചര്യമുണ്ടായത്, സംഘത്തെ ആക്രമിക്കാൻ ഓടി വരുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴാണ് വെടിയുതിർത്ത ദൗത്യസംഘം അവിടെ നിന്ന് മാറിയത്. ഇത്തരത്തിൽ 2 തവണ ഇന്ന് ഈ ബേലൂർ മഗ്നയെ ദൗത്യസംഘം നേരിൽ കണ്ടു. ആദ്യത്തെ തവണ ആന കാട്ടിൽ കയറിയതിനാൽ മയക്കുവെടി വെക്കാനായില്ല. 2ാം തവണ ഒപ്പമുള്ള ആന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തതിനാൽ അപ്പോഴും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ദൗത്യസംഘം ഇന്ന് നൽകിയ വിശദീകരണം. എന്തായാലും കഴിഞ്ഞ 4 ദിവസവും ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. 5ാം ദിവസവും ഈ ദൗത്യം ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കാതിരുന്നതോടെ ആളുകളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് പടമലയിൽ കടുവയുടെ സാന്നിധ്യം കൂടി ഉണ്ടായതോടെയാണ് വൈകിട്ട് പടമലയിൽ നിന്ന് കുറുക്കൻമൂലയിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടന്നത്. നൂറുകണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് പ്രകടനത്തിൽ ഉയർന്നത്. പടമലയിൽ നിന്ന് കുറുക്കൻമൂല വരെയാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ തന്നെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. അതിന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ രാവിലെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ദൗത്യസംഘം അറിയിക്കുന്നത്.